പറഞ്ഞത് സരിന്റെ വീടാണോ ഇല്ലെന്നുള്ളതെല്ലാം ഡിബേറ്റിംഗ് പോയിന്റ് തന്നെ 3 മാസം മുമ്പാണ് സരിന് ചേർത്തത്. അത് നിയമപ്രകാരം തെറ്റ് എന്ന ആരോപണമാണ് പ്രതിപക്ഷ. അത് എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അതിന് തെളിവ് എന്താണ്? ഞാനിവിടെ 6 മാസമായി താമസിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്ത ചോദ്യം. എനിക്ക് ഒറ്റപ്പാലത്ത് വീടുണ്ടായിരുന്നു, റെന്റ് അഗ്രിമെന്റിൽ ഒരു വീടുണ്ട്. തിരുവല്ലോമലയിൽ എൻ്റെ അമ്മയുടെ പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ അവിടെ എപ്പോഴും പോകുന്ന ഒരാളാണ്. എൻ്റെ ഈ വീട്ടിൽ എൻ്റെ ഈ മുകൾ നില എനിക്ക് വേണ്ടി എപ്പോഴും ഒഴിച്ചിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ ഏതൊക്കെ രാത്രികളിൽ ഇവിടെ താമസിക്കുന്നു, ഏതൊക്കെ രാത്രികളിൽ ഒറ്റപ്പാലത്ത് താമസിക്കുന്നു, ഏതൊക്കെ രാത്രികളിൽ തിരുവല്ലോമല താമസിക്കുന്നു എന്ന് ഞാൻ ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? എനിക്കതിനൊരു ഉത്തരം തരണം. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ എവിടെ താമസിക്കുന്നു, ഉറങ്ങുന്നു, അന്തി ഉറങ്ങുക എന്നുള്ളതല്ലേ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ പല സ്ഥലങ്ങളിലാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു സാങ്കേതികമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം താമസിക്കുക എന്നുള്ള ക്ലോസ് ആണെങ്കിൽ ബാംഗ്ലൂരിലുള്ള വോട്ടർമാർ, പ്രവാസ ജീവിതത്തിൽ നയിക്കുന്ന വോട്ടർമാർ എന്തിനേറെ പറയുന്നു, 6 മാസത്തിനിടയ്ക്ക് ഒരു രാത്രി വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചാൽ നമ്മൾ വോട്ടറല്ലാണ്ടേ ആവും? എനിക്ക് മനസ്സിലായിട്ടില്ല. ആ നിയമപ്രശ്നം പരിഹരിക്കാൻ, അല്ലെങ്കിൽ അതെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹമാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഞാൻ വീണ്ടും വ്യക്തമാക്കി പറയുകയാണ്. എനിക്ക് ഒറ്റപ്പാലത്ത് വാടക വീടുണ്ടായിരുന്നു. അവിടെ ഞാൻ താമസിക്കുന്ന ആളായിരുന്നു. എൻ്റെ സ്വന്തം വീട്ടിലെ മുകൾ നില എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടതായിരുന്നു. എൻ്റെ അമ്മ താമസിക്കുന്ന തിരുവല്ലാമലത്തെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. ഇവിടെ എപ്പോൾ പോകണം, എപ്പോൾ പോകരുതെന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് ആരാണ്? എന്താണത്? CPM ആരോപിച്ച ആരോപണം ഞാൻ പറയാം. എന്താ പറഞ്ഞ്? ഇല്ലാത്ത വീടിന്റെ പേരിൽ റെന്റ് അഗ്രിമെന്റ് ഇല്ലാത്ത, ഇത് എൻ്റെ സ്വന്തം വീടാണ്. എൻ്റെ സ്വന്തം വീടാണ്. വാടക വീടാണോ ഞാൻ വോട്ടർ ID ചേർത്തിരിക്കുന്നത്? ആണോ? ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദം പോലെ പത്രപ്രവർത്തകർ സംസാരിക്കരുത്. ക്ലാരിഫിക്കേഷൻ ചോദിക്കാം, പക്ഷെ അത് ബോധപൂർവം ഒരു ലൈനിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധ ബുദ്ധി പാടില്ല. എന്നോട് വേണമെങ്കിൽ വിരോധവുമാവാം, പക്ഷെ ഞാൻ പറയുന്ന വസ്തുതകൾ എന്തിനാ വിരോധത്തോടെ കാണുന്നത്? എന്താ CPM പറഞ്ഞത്? ഇപ്പോഴും CPM പറയുന്നത് എന്താ? വ്യാജ വോട്ടർമാർ തന്നെയാണ് കോൺഗ്രസ് ചേർത്തവരും BJP ചേർത്തവരും. അവർ എന്ത് ഐഡന്റിറ്റിയുടെ പേരിലാണ് ഇവിടെ വീടുണ്ടെന്നും റെന്റ് അഗ്രിമെന്റ് ഉണ്ടെന്നും പറഞ്ഞ് തെളിയിക്കട്ടെ. ഇനി നമ്മൾ തെളിയിച്ചല്ലോ, തെളിയിക്കട്ടെ. എനിക്ക് എവിടെ വോട്ട് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? എനിക്ക് എവിടെ വോട്ട് ചെയ്യണമെന്ന് എൻ്റെ സ്വന്തം വീടുള്ള സ്ഥലത്ത്, 7 വർഷമായി വീടുള്ള സ്ഥലത്ത്, ഞാൻ പകുതിയിലധികം സമയം ഇവിടെ വന്ന് താമസിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള ഈ സ്ഥലത്ത് വോട്ട് ചെയ്യരുതെന്ന് പറയുന്ന നിയമം എന്താണ്? വോട്ട് ചെയ്യരുത് ഞാൻ ഇവിടെ എന്ന് പറയുന്ന നിയമം ഏതാണ്? ഞങ്ങൾ 3-4 മാസം വീട് വാങ്ങി എന്ന് പറയുകയാണെങ്കിൽ സമ്മതിക്കായിരുന്നു. 2018 മുതൽ ഞാനിവിടെ വോട്ട് ചെയ്യരുതെന്ന നിർബന്ധം ആർക്കാണ്? എനിക്കത് അറിയണം.